ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കറി ആൻഡ് ചാറ്റ് ബൈ മഞ്ജു. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഗോൾഗണ്ട് ഐസ്ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഐസ്ക്രീമും റോസാപ്പൂവും കൊണ്ട് നല്ല രീതിയിലൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കിത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളും എടുത്തിട്ടുണ്ട്. ഇത്രയും റോസാപ്പൂവിൻ്റെ ഇതളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ റോസാപ്പൂവാണ്. അതിൻ്റെ ഇതൾ ഞാൻ പിച്ചിയെടുത്തതാണ്. അപ്പം ഇതിനൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാനാണ്. അതിനിത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ, ഇത് റോസാപ്പൂവിൻ്റെ ഇതൾ. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറേശ്ശെയായിട്ട് ആദ്യം റോസാപ്പൂവിൻ്റെ ഇതളിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ തൊലിയോട് കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേ രീതിയിലിരിക്കും കേട്ടോ, നല്ല കളർ. അപ്പോൾ ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി അരച്ചെടുത്ത റോസാപ്പൂവിൻ്റെ ഇതളിനകത്ത് ഞാൻ ഒരു 2 സ്പൂണ് ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 സ്പൂൺ ഹണി ഞാൻ ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിലേക്ക് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ബൗളിൽ വേണ്ടത് അത്രയും ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ബൗളിലേക്കും വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന റോസാപ്പൂവിൻ്റെ ഇതിലുണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിത് ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ ഇതിൽ അരച്ച് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് ചെറിയ പഴമുണ്ടല്ലോ, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല റൗണ്ട് ഷേപ്പായിട്ട് വേണം കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. 2ലും ഞാൻ ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്തെള്ളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഗോൾഗണ്ട് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഐസ്ക്രീം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് തന്നെ വേണ്ട. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പം ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.